ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു എക്സ് ബാക്ക് സീക്രട്ടാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു 55x5 മെത്തേഡാണ്. ഇതിനു മുമ്പ് ഇതേ ടോപ്പിക് തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന അഫർമേഷനിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട്. ഇത് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. 55x5 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആളുകൾക്ക് അറിയാം, അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. നമ്മൾ ഒരു സെൻറ്റൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 സെൻറ്റൻസ് ഉണ്ടായിരിക്കും. ആ സെൻറ്റൻസ് 55 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് തുടർച്ചയായിട്ട് 5 ദിവസം ചെയ്യുന്നതിനെയാണ് 55x5 മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എഴുതുന്ന സമയം രാവിലെ എണീറ്റ ഉടനെയോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപോ എഴുതാം. നിങ്ങൾ നൈറ്റിലെ ഒരു ടൈം ചൂസ് ചെയ്യുകയാണെങ്കിലും മോർണിംഗിലെ ഒരു ടൈം ചൂസ് ചെയ്യുകയാണെങ്കിലും എത്ര മണിക്കാണോ നമ്മൾ ചൂസ് ചെയ്തത് അതേ സമയത്ത് തന്നെ ഈ 5 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ മാക്സിമം അതേ സമയത്ത് തന്നെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഒന്നുകൂടി സ്പീഡപ്പ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ മോർണിംഗ് 6 മണിക്കാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ രാത്രി 10 മണിക്കാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അതേ സമയത്ത് തന്നെ ബാക്കിയുള്ള 5 ദിവസങ്ങളിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട സെൻറ്റൻസ് എന്താണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കൈന എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്. കൈന എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ 55 തവണയാണ് എഴുതേണ്ടത്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിന് വളരെയധികം പവറുണ്ട്. സോ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ചെല്ലുകയും ഇത് നിങ്ങളുടെ വിശ്വാസമായിട്ട് മാറുന്ന സമയത്ത് ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരികയും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ്. സോ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ആളുകൾ, യൂണിവേഴ്സൽ ലോയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞ രീതിയിൽ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ താഴത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എങ്ങോട്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിടുകയോ ലൈക്ക് ചെയ്തിടുകയോ ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് വന്ന് കമൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റും. 5 ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ വിത്തിൻ ഒരു 25 ഡേയ്സ് കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. തീർച്ചയായിട്ടും പുതിയ ഒരു ടെക്നിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.